കൈപ്പിടിയിൽ ഒതുങ്ങുന്ന തരത്തിൽ പയർ പറിച്ച് വിട്ടിട്ടുണ്ട് കേട്ടോ. നീലപ്പയറും ഉണ്ട്, അതുപോലെ തന്നെ പച്ച കളറിലുണ്ട്. പിന്നെ ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ഷാൻവി വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ, നമ്മൾ വീട്ടിൽ പറമ്പിൽ കുറച്ച് പച്ചക്കറികളൊക്കെ കൃഷി ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ വിളവെടുപ്പുണ്ട്, അതൊക്കെ ഒന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനാട്ടോ. കൂടെ ഇങ്ങനെയൊക്കെ വളർത്താൻ താല്പര്യമുള്ളവർക്ക് നല്ലൊരു വീഡിയോ ആയിരിക്കും. അപ്പം നമ്മളിവിടെ ഇപ്പോൾ പയറാണ് മെയിനായിട്ട് വെച്ച് കൊടുത്തിട്ടുള്ളത്. പയറിൽ നമ്മൾ വലുതാവുന്ന സമയത്ത് ഇതുപോലെ എന്തെങ്കിലും മട്ടൽ കമ്പുകളൊക്കെ വെച്ചിട്ട് സപ്പോർട്ട് ചെയ്തിട്ട് കയറും കൂടെ വെച്ചിട്ട് വളർത്തുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ വെണ്ട, തക്കാളി ഒക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. എല്ലാത്തിലും നല്ലോണം നിറയെ കായ്കളൊക്കെ ഉണ്ടായിട്ടുണ്ട്, പൂവിട്ടിട്ടുണ്ട്. പൂവും അതുപോലെ തന്നെ വെണ്ടയിലൊക്കെ നമുക്ക് മൂപ്പെത്താനായതുണ്ട്. നമ്മൾ കുറച്ച് പറിച്ചിട്ടും ഉണ്ട് കേട്ടോ. ഇത് ചെറുതാകുമ്പോൾ തന്നെ പച്ചയിൽ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ഇതുപോലെ നമ്മൾ പയർ വലുതായി കഴിഞ്ഞാൽ ഒരു വടിയൊക്കെ വെച്ചിട്ട് ഊന്ന് കൊടുത്തിട്ട് നമ്മൾ കയറ് വെച്ചിട്ട് പടർത്തുകയാണ് ചെയ്യുന്നത്. പിന്നെ നമുക്കിവിടെ നന്നായിട്ട് ഈ കിളികളെ ശല്യമൊക്കെ ഉള്ളതുകൊണ്ടാണ് നമ്മൾ മൊത്തത്തിൽ മൂടിയിട്ടിട്ടുള്ളത്. ഒരു നെറ്റ് ഉപയോഗിച്ചിട്ട് നന്നായിട്ട് നമ്മൾ കവർ ചെയ്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. മെയിനായിട്ട് തത്തയൊക്കെ കേട്ടോ നമ്മളിവിടെ വന്നിട്ട് നമ്മൾ മൂപ്പെത്താനായിട്ട് വിത്തിലിടാനൊക്കെ വേണ്ടി നന്നായിട്ട് മൂക്കാനൊക്കെ വേണ്ടിയിട്ട് പയർ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ കൊത്തി കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അങ്ങനെ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് അതിന് ശേഷം നമ്മൾ നെറ്റ് വെച്ചിട്ട് മൊത്തത്തിൽ മൂടിയിട്ടുണ്ടായിരുന്നു. കൂടാതെ നമ്മൾ മൂക്കാനൊക്കെ ആയിട്ടുള്ള പയറുകളൊക്കെ ഇതുപോലെ കവറൊക്കെ കെട്ടിയിട്ട് നമ്മൾ നല്ലോണം സൂക്ഷിച്ച് വെക്കുന്നുണ്ട് കേട്ടോ. വേറൊന്നുകൊണ്ട് അല്ല, ഇതൊന്നും കഴിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അത്രയും ആഗ്രഹിച്ച് ഉണ്ടാക്കുന്നതുകൊണ്ട്. ഇപ്പോൾ ഇങ്ങനെ കഴിച്ചു പോകുമ്പോൾ നമുക്ക് വല്ലാത്തൊരു വിഷമമാണ്. നമുക്ക് വിത്തിടാനൊക്കെ ആയിട്ട് നമ്മൾ ഒരുപാട് മൂപ്പെത്തിയ പയറുകളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ പറിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്തരത്തിൽ ഇങ്ങനെ ചെയ്യാൻ തുടങ്ങിയ പിന്നെ നമുക്ക് അങ്ങനെ തത്തയൊന്നും വന്ന് തിന്നാറില്ല. അപ്പോൾ ഇതുപോലെ നമ്മൾ ചുറ്റിലും ഓലയും അതുപോലെ തന്നെ നെറ്റൊക്കെ വെച്ചിട്ട് ഒന്ന് മറച്ചിട്ടുണ്ട്. ഇതാ കണ്ടില്ല, ഇത് ഒരുപാട് കവറിലൊക്കെ ആക്കിയിട്ട് നമ്മൾ വെച്ച് കൊടുത്തിട്ടുണ്ട്. താഴത്ത് കൂടെ നമ്മൾ ചീരയും വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മൂപ്പെത്താനായ കുറച്ച് പയറിപ്പം നമ്മൾ കട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മളെടുത്ത് പച്ച കളറിലുള്ള പയറും ഉണ്ട്, ഒരു വയലറ്റ് നീല കളറിലുള്ള പയറും ഉണ്ട് കേട്ടോ. നമ്മൾ മെയിനായിട്ട് ചാണകവെള്ളമാണ് ഇതിനൊക്കെ വളമായിട്ട് കൊടുക്കുന്നത്. കണ്ടില്ല, ഇതൊക്കെ കുറച്ചും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പറിച്ചെടുക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മൾ കുറച്ച് പറിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇതുപോലെ ഒരു കയറോ ഒക്കെ വെച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ നമുക്ക് പടർത്താവുന്നതാണ്. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ചാണകവെള്ളം തളിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ നല്ല ചൂടുള്ള ദിവസങ്ങളിലൊക്കെ ആണെങ്കിൽ വെള്ളം രാവിലെയും ഉച്ചക്കൊക്കെ ഒഴിച്ചു കൊടുക്കുന്നത് നല്ലതായിരിക്കും. നമ്മളെ കാലാവസ്ഥയ്ക്ക് അനുസരിച്ച് ഒന്നരാടനോ ദിവസത്തിലൊരിക്കലോ ഒക്കെ നമുക്ക് ഇതുപോലെ വെള്ളം ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. പിന്നെ പച്ചക്കറിയുടെ ജീർണിച്ച വേസ്റ്റുകളൊക്കെ നമ്മൾ വളപ്രയോഗമായിട്ട് നേർപ്പിച്ച വെള്ളത്തിൽ കലക്കി ഒഴിക്കാറുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ ചീരേൻ്റെ കൂടെ മുളകും വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതാ നമ്മൾ കറിയിലിടുന്ന മുളകാണ്. ഇതുപോലെ നമുക്ക് വീട്ടിൽ വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളെ ആവശ്യങ്ങൾക്ക് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ ഇതിൽ കുറച്ച് നല്ല പയർ നോക്കിയിട്ട് ഞാൻ പറിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഓരോരോ പയറായിട്ട് ഞാൻ പറിച്ചെടുക്കുന്നുണ്ട്. ജസ്റ്റ് നമ്മളൊന്ന് ഈ തലഭാഗം ഒന്ന് ജസ്റ്റ് ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പയർ പറിച്ചെടുക്കാവുന്നതാണ്. ഇതുപോലെ ഞാൻ എടുക്കുന്നുണ്ട് മൂപ്പെത്തിയതൊക്കെ. നമുക്കിങ്ങനെ കുറേയൊക്കെ ഉണ്ടായി പറിച്ചെടുക്കുന്ന സമയത്ത് ഭയങ്കര സന്തോഷമാണ്. കൈപ്പിടിയിൽ ഒതുങ്ങുന്ന തരത്തിൽ പയർ പറിച്ച് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നീലപ്പയറും ഉണ്ട്, അതുപോലെ തന്നെ പച്ച കളറിലുണ്ട്. പിന്നെ 2-3 വെണ്ട കിട്ടിയിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് പച്ചയില ഇങ്ങനെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. അങ്ങനെ വേണമെങ്കിലും കഴിക്കാം. നമ്മളൊരു തരത്തിലുള്ള രാസവളങ്ങളൊന്നും ഉപയോഗിക്കാതെ ഉണ്ടാക്കുന്നതായതുകൊണ്ട് നല്ലതായിരിക്കും. ഉപ്പേരിയായിട്ടും നമുക്ക് പയർ കറിയിലൊക്കെ ഇടാവുന്നതാണ്. അപ്പോൾ നമ്മളെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ ഇത്തരത്തിലൊക്കെ കൃഷി ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ നമ്മളെ കൃഷിഭവനിൽ നിന്നൊക്കെ നമുക്ക് നല്ല വിത്തുകൾ കിട്ടും കേട്ടോ. അങ്ങനെ വിത്തുകൾ കളക്ട് ചെയ്തിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഇഷ്ടമുള്ളവരൊക്കെ താല്പര്യമുള്ളവരാണെങ്കിൽ ഇതൊക്കെ ചെയ്ത് നോക്കുക. നമ്മളെ വീട്ടിലെ ജോലിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് സമയം ഇതിന് വേണ്ടിയിട്ടൊക്കെ താല്പര്യമുള്ളവരാണെങ്കിൽ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലുള്ള വെറൈറ്റി വീഡിയോസൊക്കെ ആയിട്ട് ഇനിയും നമ്മൾ വരുന്നതായിരിക്കും. അതുവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ.